നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാത്തിരുന്ന കപ്പൽ വിഴിഞ്ഞം തീരമടുക്കുമ്പോൾ കൂട്ടയടിയും തുടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. രാവിലെ 10 മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാൻ ഫെർണാണ്ടോ കപ്പലിനെ സ്വീകരിക്കും. ക്യാപ്റ്റനും സ്വീകരണമുണ്ടാകും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഔദ്യോഗിക ചടങ്ങിന് ശേഷം ബാക്കി കണ്ടെയ്നറുകൾ ഇറക്കി സാൻ ഫെർണാണ്ടോ വൈകിട്ടോടെ വിഴിഞ്ഞം തീരം വീടും. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ കോൺഗ്രസിന് എതിർപ്പുണ്ട്. മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനും ചടങ്ങിലേക്ക് ക്ഷണമില്ല. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെങ്കിലും UDF ചടങ്ങ് ബഹിഷ്കരിക്കില്ല. പദ്ധതി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും. എന്നാൽ പുനരധിവാസ പാക്കേജ് എടുത്തു സർക്കാർ നടപ്പാക്കിയില്ലെന്നാരോപിച്ച് സ്ഥലം MP ശശി തരൂർ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഔദ്യോഗിക ക്ഷണമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലത്തീൻ അതിരൂപത പ്രതിനിധികളും ചടങ്ങിലേക്ക് എത്തില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ അവഗണിച്ചെന്ന ആരോപണം കടുപ്പിക്കുന്നതിനൊപ്പം പദ്ധതി UDFന്റെ കുഞ്ഞാണെന്നും പറഞ്ഞുവയ്ക്കുന്നു UDF നേതാക്കൾ. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി തീരമണഞ്ഞതെന്ന് VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിന് നൽകണമെന്ന് K സുധാകരൻ ആവശ്യപ്പെട്ടു. പദ്ധതി പൂർത്തിയായതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവെന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെട്ടു. പദ്ധതിയുടെ പ്രതിത്വത്തെ ചൊല്ലി തർക്കിക്കാം, പക്ഷേ മാതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിനെന്ന് മുൻ മന്ത്രി K ബാബു പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാണ്. VD സതീശനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ UDF നേതൃത്വം പ്രതിഷേധം അറിയിച്ചു. പുനരധിവാസ പാക്കേജ് ഇടത് സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ MP ചടങ്ങിൽ പങ്കെടുക്കില്ല. ട്രയൽ റൺ ആയതുകൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കാതിരുന്നതെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.